വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ് ഫോർ സിഗ്നൽ. നമ്മുടെ പഴയ വീഡിയോയിൽ വന്ന കമൻസ് ഒക്കെ ഞാൻ കണ്ടു. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള റിപ്ലൈസ് ഒക്കെ തന്നു എന്ന് വിചാരിക്കുന്നു. എനിക്ക് കഴിയുന്ന പോലെ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ സോറി. ഞാനത് റെക്ടിഫൈ ചെയ്ത് വീണ്ടും വന്ന കമൻസിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. I'm really glad that we started this community, and the kind of response or the kind of comments that I'm getting, it's really good to see. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യട്ടെ. And I'm hoping the comments, the likes, the shares, എല്ലാം ഇനിയും കണ്ടിന്യൂ ചെയ്യും. And we can grow this community. So ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടും മുമ്പേ I want to tell you guys that we as United fans, this is our channel. ഇതിൽ ഞാനെന്നോ നീയെന്നോ അങ്ങനെയൊന്നുമില്ല. ദിസ് ഇസ് അവർ ചാനൽ. അത് ഞാനൊരു മീഡിയമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളൂ. സോ I just want to say a big thank you that being part of this channel, I'm really glad, and I hope നിങ്ങളും ഈ ചാനലിൽ ഒരു ഭാഗമായി മാറിയതിൽ നിങ്ങൾ സന്തോഷിക്കുമെന്ന് വിചാരിക്കുന്നു. മിസ് ചെയ്യാതെ എല്ലാവരും സബ്സ്ക്രൈബ് ടു ദി ചാനൽ. ആൻഡ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാർ മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ്, യുണൈറ്റഡ് ഫാൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ചാനൽ പ്ലീസ് ടു ഷെയർ ടു ദം. ലെറ്റ് ദം ഓൾസോ കം ഹിയർ ആൻഡ് കോമെൻറ്റ് ആൻഡ് ഡിസ്കസ്, put their opinions and everything. So guys, ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ ഡിസ്കഷൻ പോയിന്റ് ഈസ് അബൌട്ട് നമ്മൾ റൂത്ത്ലെസ് ആണോ എന്നുള്ളതാണ്. റൂത്ത്ലെസ് ഇൻ എ ഗുഡ് വേ, നോട്ട് ഇൻ എ ബാഡ് വേ. അപ്പോൾ ഈ ചാനലിൻ്റെ അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ തംബ്നെയിലിൽ കൊടുത്ത പോലെ അമോറിം റൂത്ത്ലെസ് ആണോ എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഡിസ്കഷൻ പോയിന്റ്. അതിലോട്ട് വരുന്നതിനെക്കാട്ട് മുമ്പേ ഐ വോണ്ട് ടു ആസ്ക് യു സംതിങ്, അല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതൊന്നുമല്ല, ഞാനിപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് കോമൻസും വീഡിയോസും കണ്ടതെന്നുള്ളൊരു കാര്യം ചോദിക്കാനാണ്. വാട്ട് ഡു വി നീഡ്? നമുക്ക് എന്താണ് വേണ്ടത്? ലൈക്ക് ഇപ്പോൾ കുറേ മീഡിയാസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുറേ ഫാൻ ചാനൽസ് പറയുന്നുണ്ട് അമോറിം പോരാ, അമോറിം സിസ്റ്റം മാറ്റണം, അമോറിം ഫോർമേഷൻ മാറ്റണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ടെൻ ഹാഗ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിരുന്നത് എന്തായിരുന്നു? സ്റ്റൈൽ ഓഫ് പ്ലേ, അല്ലെങ്കിൽ കുറച്ചുകൂടി റൂത്ത്ലെസ് ആയിട്ടുള്ള മാനേജർ, പെർഫോം ചെയ്യാത്ത പ്ലേയേഴ്സിനെ എടുത്ത് കളയുന്ന മാനേജർ, ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്ന മാനേജർ. ടെൻ ഹാഗ് വന്നു, അയാൾ സ്റ്റൈൽ ഓഫ് പ്ലേ ഒഴിവാക്കി, അയാൾ കൗണ്ടർ അറ്റാക്കിങ് കളിച്ചു. പിന്നെ നമ്മുടെ ഫാൻസ് പറഞ്ഞു തുടങ്ങി ഇതല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ഇയാളുടെ സ്റ്റൈൽ ഓഫ് പ്ലേ ആണ് കാണേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് പറ്റാത്തതുകൊണ്ട് ഇയാളെ പുറത്താക്കി. എന്നിട്ട് പറഞ്ഞു ഇനി വരുന്ന മാനേജർ സ്റ്റൈൽ ഓഫ് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞു, അയാളുടെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പം വന്നത് അമോറിമാണ്. അമോറിം വന്നിട്ട് ഇയാളുടെ സ്റ്റൈൽ ഓഫ് പ്ലേ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളെല്ലാവരും പറയുന്നത് ഫോർമേഷൻ മാറ്റണം, ഇയാളുടെ ടാക്ടിക്സ് ശരിയല്ല, ഇയാളുടെ സെറ്റപ്പ് മൊത്തം മാറ്റണം, ഇയാൾ എന്താ പറയുക കുറച്ച് മോഡിഫൈ ചെയ്യണം ഫോർമേഷൻസ്. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ഇംപ്ലിമെന്റ് ചെയ്യുന്നൊരു മാനേജറാണോ അതോ ചെയ്യാൻ പറ്റാത്തൊരു മാനേജറാണോ? എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ ഇതിൽ. എനിക്ക് വേണ്ടത് പേഴ്സണലി, എൻ്റെ ഒപ്പീനിയനിൽ വാട്ട് ഐ നീഡ് ഈസ് എ മാനേജർ ഹു ഇസ് റൂത്ത്ലെസ് ആൻഡ് സ്റ്റിക്ക് ടു ദ പോയിന്റ്. നമ്മുടെ ആ ഐഡിയയിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം. അയാളുടെ 3-5-2 ആണ് അല്ലെങ്കിൽ 3-4-3 ആണ് ഫോർമേഷൻ എങ്കിൽ സ്റ്റിക്ക് ടു ദാറ്റ്, ബിക്കോസ് അതിലാണ് അയാളുടെ സക്സസ് ഇരിക്കുന്നത്. അപ്പോൾ വെൻ ഹി ഡീവിയേറ്റ് ഫ്രം ദാറ്റ്, ഒബ്വിയസ്ലി എന്തുണ്ടാകും പോണെന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സ് ലൂസ് റെസ്പെക്ട്, ഫാൻസ് വിൽ ബി ഇംപേഷ്യൻറ്റ്. ശരിയാണ്, ചില കളികളിലൊക്കെ 1-2 റിസൾട്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ലോങ് ടേമിൽ നോക്കുമ്പോൾ, ഇത് എൻ്റെ ഒപ്പീനിയൻ ആണ്, നിങ്ങൾക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും യു ക്യാൻ കോമെന്റ്. അപ്പോൾ ഫ്യൂച്ചറിലോട്ട് നോക്കുമ്പോൾ ഇതൊരു വലിയ പ്രോബ്ലമായി മാറും. ഇതല്ലേ ടെൻ ഹാഗും ചെയ്തത്, ഇതല്ലേ മൊറീനോ ചെയ്തത്, ഇതല്ലേ സോൾഷർ ചെയ്തത്, ഇതല്ലേ ലൂയി വാൻ ഗാൽ ചെയ്തത്. നമ്മൾ ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ എവിടേക്കാണ് നമ്മൾ ഈ പോകുന്നത്? എത്ര മാനേജേഴ്സ് നമ്മൾ മാറ്റും? നമ്മളിപ്പോൾ സർ അലക്സ് ഫെർഗൂസൺ പോയതിനു ശേഷം എത്ര മാനേജറായി ഇപ്പോൾ? ലൈക്ക് എനിക്ക് തോന്നുന്നു അലക്സ് ഫെർഗൂസൺ പോയതിനു ശേഷം വി ഗോട്ട് മോയ്സ്, ഡേവിഡ് മോയ്സ്, ലൂയി വാൻ ഗാൽ, ഹൊസെ മൊറീനിയോ, സോൾഷ്യർ, റാഗ്നിക്, ടെൻ ഹാഗ്, അമോറിം. 8 മാനേജേഴ്സോ? എന്താണിത്? ലൈക്ക് ഞാൻ തന്നെ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. 8 മാനേജേഴ്സ് നമുക്ക്. അതിൻ്റെ ഇടയ്ക്ക് വന്ന ഗിഗ്സ് ആയാലും കാരിക് ആയാലും നിസ്റ്റൽ റോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അവർ ഇന്റർവ്യൂമായിട്ട് വന്നതാണ്. അപ്പോൾ ഈ മാനേജേഴ്സ് ഒക്കെ വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹോണസ്റ്റ് ഒപ്പീനിയൻ തന്നൊരു മാനേജർ റാൽഫ് റാഗ്നിക് ആയിരുന്നു. ടെറിബിൾ ഫുട്ബോൾ ആയിരുന്നു നമ്മൾ കളിച്ചിരുന്ന ആ സമയത്ത്. പക്ഷെ
ഹി ഓപ്പൺഡ് അവർ മൈൻഡ്. അയാൾ പറഞ്ഞൊരു കോട്ട് എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും. വി നീഡ് എ ഓപ്പൺ ഹാർട്ട് സർജറി. മെഡിക്കൽ ടീമിൽ ഈ ടീമിന് ഒരു ഓപ്പൺ ഹാർട്ട് സർജറിയാണ് വേണ്ടതെന്ന് അയാൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്തു. എൻ്റെ അഭിപ്രായത്തിൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് തോന്നുകയാണ് അത് ചെയ്തതെങ്കിൽ പ്ലീസ് ഡു കോമെന്റ് ആൻഡ് ടെൽ മീ ലൈക്ക് എന്നാണ് നമ്മൾ ചെയ്തതെന്ന്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ് നമ്മൾ ആ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് റീസൺ ഐ വോണ്ട് ടു ഡു ദിസ് വീഡിയോ. ആ ഓപ്പൺ ഹാർട്ട് സർജറിന്റെ ഫസ്റ്റ് പാർട്ട് ഇൻ മൈ ഒപ്പീനിയൻ ഈസ് റൂത്ത്ലെസ്നെസ്. ലൈക്ക് നമ്മൾ റൂത്ത്ലെസ് ആണോ അല്ലയോ എന്നുള്ളതാണ്. ഇപ്പോൾ അമോറിം വന്നതിന് ശേഷം ഇപ്പോൾ അയാൾ വന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് 12 months. അയാൾ നവംബറിൽ വന്നല്ലേ, നവംബറിലാണ് വന്നത് തോന്നുന്നു. സോ ലെറ്റ്സ് സേ ലൈക്ക് ഹീസ് ബീൻ ഹിയർ ഫോർ ലൈക്ക് 10 to 12 months. ഈ 10 to 12 months അയാൾ വന്നിട്ട് നമ്മുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് ഫ്രം ഡേ 1 ഹി അണ്ടർസ്റ്റുഡ്. അത് തന്നെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഹീസ് എ വെരി ഗുഡ് തിങ്. ഫ്രം ഡേ 1 ഹി അണ്ടർസ്റ്റുഡ് എന്താണ് നമ്മുടെ ടീമിന്റെ പ്രോബ്ലം, അല്ലെങ്കിൽ ഏത് പ്ലേയേഴ്സ് ഒക്കെയാണ് നമ്മൾ എടുത്ത് കളയേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്ലേയേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ്. അങ്ങനെ ഒരു മാനേജറും സത്യം പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഞാൻ കണ്ടിടത്തോളം 25 കൊല്ലം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ക്ലബിന്. കഴിഞ്ഞൊരു 12 വർഷം നമ്മുടെ ക്ലബ്ബ് ഭയങ്കര മോശം സിറ്റുവേഷനിലാണ്. പല മാനേജേഴ്സും വന്നു. പക്ഷെ അമോറിം ചെയ്ത പോലത്തെ ഒരു സംഭവം വേറൊരു മാനേജർ വന്ന് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഫ്രം ഡേ 1 ഹി അണ്ടർസ്റ്റുഡ് ദ പ്രോജക്ട് ആൻഡ് ഹീ ഈസ് ഇംപ്ലിമെന്റിങ് ഹിസ് ഐഡിയാസ്. പക്ഷെ അതിന് കൂടെ തന്നെ ഏത് പ്ലെയറിനെ നമുക്ക് വേണ്ട അല്ലെങ്കിൽ ഏത് പ്ലെയറിനെ നമുക്ക് വേണം എന്നുള്ളത് ഹീ ഹാസ് എ ക്ലിയർ ഐഡിയ. ഇറ്റ്സ് എ ബിഗ് പ്ലസ് പോയിന്റ് ഫോർ മീ. സോ എൻ്റെ ക്വസ്റ്റ്യൻ ഈസ് അമോറിം റൂത്ത്ലെസ്? വാട്ട് ഡു യു ഗൈസ് തിങ്ക്? ഈസ് അമോറിം റൂത്ത്ലെസ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അമോറിം റൂത്ത്ലെസ് ആണോ അതോ റൂത്ത്ലെസ് അല്ലേ? എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ അമോറിം ഈസ് റൂത്ത്ലെസ്. കാരണം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ. അതായത് നമ്മുടെ മീഡിയ ഒക്കെ പറഞ്ഞിരുന്നു ഈ ട്രാൻസ്ഫർ വിൻഡോ നടക്കുന്ന സമയത്ത് ഹോയ്ലൻഡ് ആണ് അമോറിമിന്റെ പ്രിഫേർഡ് സ്ട്രൈക്കർ, ഒനാനയാണ് അമോറിമിന്റെ പ്രിഫേർഡ് ഗോൾ കീപ്പർ. ഞാൻ പറഞ്ഞ അമോറിമിന് ഇഷ്ടമുള്ള പ്രിഫേർഡ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഗോൾ കീപ്പറും സ്ട്രൈക്കറും ഇവരൊക്കെ ആയിരുന്നു. ബ്രൂണോയും കസമീറും ആണ് അമോറിമിന്റെ ഫേവറേറ്റ് മിഡ്ഫീൽഡേഴ്സ്. 4 പ്ലേയേഴ്സ് കേട്ടോ. ഇതിൽ ഹോയ്ലൻഡ് ഇപ്പോൾ എവിടെ? നാപ്പോളി പോയി. ഒനാന എവിടെ? ടർക്കി പോയി, മഹാഭാഗ്യം. പിന്നെ ആരുണ്ടായിരുന്നു? ബ്രൂണോ ഇവിടെ ഉണ്ട്, കസമീറോ ഇവിടെ ഉണ്ട്. ഇനി കസമീറോന്റെ കാര്യം. കസമീറോ എന്നാണ് ആക്ച്വലി അമോറിം സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ പ്ലേ ചെയ്യാൻ തുടങ്ങിയത്? ബാക്ക് എൻഡ് ഓഫ് ദ ലാസ്റ്റ് സീസൺ. അമോറിം വന്ന സമയത്ത് കസമീറോനെ പിക്ക് ചെയ്തിട്ടേ ഇല്ല. ഈവൻ ഈ സീസണിൽ പോലും കസമീറോ കളിച്ചിട്ടുണ്ടെങ്കിലും എത്ര മിനിറ്റ്സ് കളിച്ചു നമ്മൾ നോക്കിയാൽ മതി. മൈ പോയിന്റ് ഈസ് നോബഡി ഈസ് സേഫ് അണ്ടർ അമോറിം ഇൻ എ ഗുഡ് വേ. കാരണം ഇവിടെ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ അണ്ടർ അമോറിം തൂക്കിയെടുത്ത് വെളിയിൽ കളയും അമോറിം, ഒരു ഡൗട്ടും ഇല്ല. അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മീഡിയ ഒക്കെ പറഞ്ഞിരുന്നതാണ് ഹോയ്ലൻഡ് ഇവിടെ ഉണ്ടാകും, ഒനാനയാണ് പ്രിഫേർഡ് ഓപ്ഷൻ, കസമീറോ ബ്രൂണോ ഇവരൊക്കെയാണ് അമോറിമിന്റെ ഫേവറേറ്റ് പ്ലേയേഴ്സ്. ഇതിലെവിടെ? എന്നിട്ട് ഓക്കെ എവിടെ ഹോയ്ലൻഡ് എവിടെ, ഒനാന എവിടെ? ആ പറഞ്ഞ മീഡിയസ് ഒക്കെ എവിടെ? എനിക്ക് അവരോട് ഇതേ ചോദിക്കാനുള്ളൂ. നിങ്ങൾ പറഞ്ഞല്ലോ ഹോയ്ലൻഡ് ആണ് ഒനാനയാണ് അമോറിമിന്റെ പ്രിഫേർഡ് പ്ലേയേഴ്സ് എന്നൊക്കെ. എന്താ ഇപ്പോൾ ഒന്നും പറയാനില്ലേ? ഒനാന പോയല്ലോ, ഹോയ്ലൻഡ് പോയല്ലോ. ഈ മീഡിയനെ പ്രത്യേകിച്ച് യുണൈറ്റഡിനെ കുറിച്ച് സംസാരിക്കുന്ന മീഡിയനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും. അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഈ മീഡിയനെ കുറിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ ഇൻസ്റ്റാഗ്രാം ചാനൽ ആൻഡ് യു ക്യാൻ ഫൈൻഡ് ദ വീഡിയോ. സോ അമോറിം റൂത്ത്ലെസ് ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. വാട്ട് ഡു യു ഗൈസ് തിങ്ക്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അമോറിം റൂത്ത്ലെസ് ആണോ അല്ലേ എന്നുള്ളത് പ്ലീസ് ടു കമൻറ്റ്. അതിനുള്ള റീസണും നിങ്ങൾക്ക് കൊടുക്കാം. കാരണം വെൻ ഐ സേ ഡിസ്കഷൻ ഇൻ ദിസ് കമ്മ്യൂണിറ്റി, ഇറ്റ്സ് നോട്ട് അബൌട്ട് യെസ് ഓർ നോ അല്ലേ. ഇപ്പോൾ ഞാൻ പറയുകയാണ് അമോറിം എന്തുകൊണ്ടാണ് റൂത്ത്ലെസ് എന്ന് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനുള്ള റീസൺ തന്നിട്ടുണ്ട്. സോ ഇഫ് യു സേ ലൈക്ക് നോ ഓക്കെ അമോറിം റൂത്ത്ലെസ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് നോ എന്ന് എഴുതി നിങ്ങളുടെ റീസൺ നിങ്ങൾക്ക് എഴുതാം. സോ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ബിക്കംസ് എ ഡിസ്കഷൻ. ഇതിന്റെ വലിയൊരു പ്ലസ് പോയിന്റ് ഞാൻ കണ്ടത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിലൊക്കെ ഞാൻ കോമന്റ്സ് വായിച്ചു. ഞാൻ എല്ലാ കോമന്റ്സും വായിക്കുന്ന ഒരാളാണ്. ഞാൻ എല്ലാ കോമന്റ്സും വായിച്ചിട്ട് അതെനിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായത്. കാരണം ഞാൻ ഈ കോമന്റ്സ് ഒക്കെ വായിച്ച സമയത്ത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇങ്ങനെയും ചിന്തിക്കാം, അല്ലെങ്കിൽ
ഈ പോയിന്റ് ഓഫ് വ്യൂവും ആക്ച്വലി കറക്റ്റ് ആണ്. അത് എന്തും ആവാട്ടോ. അപ്പൊ നിങ്ങളുടെ കോമൻസിന് സത്യം പറഞ്ഞാൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലൊക്കെ. അത് എത്ര ചെറിയ കമന്റോ എത്ര വലിയ കമന്റോ ആയിക്കോട്ടെ, അത് സത്യം പറഞ്ഞാൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് എനിക്കത് മനസ്സിലായിട്ടുണ്ട്, ബാക്കിയുള്ള വ്യൂവേഴ്സിന് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇതാണ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ, അമോറിം റൂത്ത്ലെസ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കവർ ചെയ്തു. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ യുണൈറ്റഡിന്റെ ന്യൂ ഹൈറാർക്കി, പുതിയ ഹൈറാർക്കി റൂത്ത്ലെസ് ആണോ എന്നുള്ളതാണ്. ആൻഡ് ഐ ഫീൽ ദ ആൻസർ ഈസ് ദ സെയിം, യെസ്. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഹൈറാർക്കി ഈസ് റൂത്ത്ലെസ്. നമ്മൾ എത്ര വർഷമായി നമുക്ക് നല്ലൊരു ഫുട്ബോൾ ഹൈറാർക്കി ഉണ്ടായിട്ട്? നിങ്ങളെന്നെ ചിന്തിച്ച് നോക്കിയോ? എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു നല്ല യുണൈറ്റഡ് പോലത്തെ ഒരു ജൈജാൻറ്റിക് ക്ലബിന് നല്ലൊരു ഫുട്ബോൾ ഹൈറാർക്കി. നമ്മൾ സിറ്റിയും ചെൽസിയും ലിവർപൂളും അതേപോലെ തന്നെ ഈവൻ ആസ്റ്റൺ വില്ലയും ബ്രൈറ്റനും അങ്ങനത്തെ ടീമിനൊക്കെ നല്ലൊരു ഹൈറാർക്കി, ഫുട്ബോൾ ഹൈറാർക്കി നമ്മൾ കാണുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ കൊതിച്ചു പോയിട്ടുണ്ട്. ഇപ്പം എങ്ങനത്തെ ഒരു ഹൈറാർക്കി നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. ആൻഡ് ഐ ഫീൽ വി ആർ ഓൾമോസ്റ്റ് ദർ. മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. മിസ്റ്റേക്സ് ഏതൊരു ഫുട്ബോൾ ഹൈറാർക്കിയും മിസ്റ്റേക്സ് സംഭവിക്കും. ഓൾസോ ഐ എം നോട്ട് ഫുള്ളി കൺവിൻസ്ഡ് ഇൻ ഇനിയോസ് റൈറ്റ് നൗ. കാരണം അവർ വന്നിട്ടേ ഉള്ളൂ. അവർ മിസ്റ്റേക്സ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ നമ്മൾ ഫുള്ളി കൺവിൻസ്ഡ് അല്ല. പക്ഷെ ഐ ഫീൽ വി ആർ മൂവിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ഡു യു ഫീൽ ദാറ്റ്? പ്ലീസ് ലെറ്റ് മീ നോ. സോ നമ്മുടെ ഹൈറാർക്കി ആക്ച്വലി റൂത്ത്ലെസ് ആണ്. കാരണം നമ്മുടെ ഈ ബോംബ് സ്ക്വാഡ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. ഗർനാച്ചോ, ഒനാന, ഹോയ്ലൻഡ്. ഐ ഡോണ്ട് സേ ഹോയ്ലൻഡിൽ അതിൽ ഉണ്ട് എന്നുള്ളത്, പക്ഷെ ലെറ്റ്സ് ആഡ് ഹിം. സാൻചോ, ആന്റണി, റാഷ്ഫോർഡ്. 6 പ്ലെയേഴ്സ്, അതായത് നമ്മുടെ 6 ഫസ്റ്റ് ടീം പ്ലെയേഴ്സിനെയാണ് ഒരൊറ്റ സമ്മറിൽ അവർ കൊടുത്തു കളഞ്ഞത്. അത് ലോൺ ആയിക്കോട്ടെ സെയിൽ ആയിക്കോട്ടെ. എന്നാണ് നമ്മൾ ഇതുപോലത്തെ ഒരു അറ്റ്ലീസ്റ്റ് വേണ്ടാത്ത പ്ലേയേഴ്സിനെ എടുത്ത് കളഞ്ഞിട്ടുള്ളത് പ്രീവിയസ് സീസൺസിൽ? എൻ്റെ അറിവിലില്ല ഇത്രയും, അതായത് 6 ഫസ്റ്റ് ടീം പ്ലേയേഴ്സിനെ എടുത്ത് കളഞ്ഞിട്ടുള്ളത്. സോ വി ആർ മൂവിങ് ദ റൈറ്റ് ഡയറക്ഷൻ. സോ യെസ്, അമോറിം ഈസ് റൂത്ത്ലെസ്, അവർ ഹൈറാർക്കി ഈസ് റൂത്ത്ലെസ്. ഇനി ഒനാനെ കുറിച്ച് 2 വാക്ക് ഗൈസ്. അതിനു മുമ്പേ ക്ലിക്ക് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ഷെയർ ദിസ് വീഡിയോ വിത്ത് ഓൾ അവർ യുണൈറ്റഡ് ഫ്രണ്ട്സ്. ലെറ്റ്സ് ബിൽഡ് എ ഗുഡ് കമ്മ്യൂണിറ്റി ഫോർ ഡിസ്കഷൻസ്. സോ ഇനി നമ്മുടെ ഫൈനൽ, ഞാൻ സത്യം പറഞ്ഞ ഈ ഫൈനൽ പീസ് ഓഫ് ബോംബ് സ്ക്വാഡ് എന്നാണ് ഒനാനെ വിളിക്കുന്നത്. പ്രാറ്റ്മാൻ. നിങ്ങൾ എത്രത്തോളം ട്വിറ്ററിലൊന്നും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിലുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഈ പ്രാറ്റ്മാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒനാനെ എല്ലാവരും കളിയാക്കുന്നത്. ഡിസേർവിംഗ് ആണ് കേട്ടോ, അതുള്ള കാര്യം പറയാലോ. ഞാൻ അയാളുടെ ആസ് എ ഹ്യൂമൻ ഐ റെസ്പെക്ട് ഹിം, ഐ ലൈക്ക് ഹിം, ബട്ട് ആസ് എ പ്ലെയർ ഹി ഡിസേർവ്സ് ഇറ്റ്. കാരണം ഞാനൊരു കോട്ട് കണ്ടതാണ് ട്വിറ്ററിൽ. ലെറ്റ് മീ റീഡ് ഇറ്റ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഇതിങ്ങനെ പോകുന്നത്: വി സ്കോർഡ് 3 goals away at Bayern Munich, 3 goals away at Copenhagen, ഡെൻമാർക്കിൽ, ആൻഡ് 3 goals away at Galatasaray, ടർക്കിയിൽ, ആൻഡ് കെയിം ബാക്ക് വിത്ത് 0 wins. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പോയിട്ട് ബയേൺ മ്യൂണിക്കിൽ നമ്മൾ പോയിട്ട് 3 ഗോൾ അടിച്ചു. കോപ്പൻഹാഗനിൽ പോയിട്ട് നമ്മൾ 3 ഗോൾ അടിച്ചു. ഗലറ്റാസറയിൽ ഏറ്റവും ടഫസ്റ്റ് ഗ്രൗണ്ടാണ്, വൺ ഓഫ് ദ ടഫസ്റ്റ് ഗ്രൗണ്ട് ടു ഗോ ടു എവേ ഗ്രൗണ്ട്സിൽ. ഗലറ്റാസറയിൽ പോയിട്ട് നമ്മൾ 3 ഗോൾ അടിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നത് 0 points ആയിട്ട്, അതോ 1 point ആയിട്ട് എന്തോ, അല്ല സോറി 0 wins ആയിട്ട്, പോയിന്റ്സിൽ 0 wins ആയിട്ട്. ആരാണ് കാരണം? അത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ഈ പഴയ ആഡിലൊക്കെ കാണില്ലേ, ദൈവമുണ്ട്, സത്യമാണ്, അല്ലെങ്കിൽ ഒനാന ഇപ്പോഴും ഉണ്ടായേനെ. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ഒനാന പോയതിൽ നിങ്ങൾ ഓക്കെ, ജസ്റ്റ് ഒരു ഫൺ ഇതായിട്ട് പറയാണ്. ഒറ്റ ലൈനിൽ ഒനാന പോയതിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരൊറ്റ ലൈനിൽ നിങ്ങൾ കോമന്റ് ആയിട്ട് എഴുതും. ലൈക്ക് അതൊരു മൂവി കോട്ടായിരിക്കും, ഒരു തമാശ രൂപത്തിലായിരിക്കും, എന്തെങ്കിലും ഒന്ന് കോമന്റ്സിലായിട്ട് എഴുതും. നമുക്കൊരു ഫൺ പാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ അമോറിം റൈറ്റ് മാൻ ആണോ അല്ലയോ എന്നുള്ളതാണ്. ഡു യു തിങ്ക് അമോറിം ഈസ് റൈറ്റ് മാൻ ഫോർ ദ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജോബ്? ഇത് വളരെ ഒരു ടഫ് ക്വസ്റ്റ്യനാണ്. കാരണം നമ്മുടെ ഫാൻ ബേസ് ഇതിലൊരു സ്പ്ലിറ്റ് ആണ്. ലൈക്ക് നമ്മുടെ ഫാൻ ബേസ് ഇത് രണ്ട് തരത്തിലാണ് നിൽക്കുന്നത്. അത് ആണ് അല്ല, അമോറിം വേണം, അമോറിം വേണ്ട, അമോറിം പോകണം, അമോറിം പോണ്ട, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ എല്ലാ കോച്ചിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാനത് ഡേ 1 മുതൽ ഈ ചാനലിൽ പറയുന്ന കാര്യമാണ്. ഏത് കോച്ചായിക്കോട്ടെ, നമ്മൾ യുണൈറ്റഡിൻ്റെ കോച്ചാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തോന്നും
ചിലത് വർക്കാവുന്നില്ല, ഓക്കെ, ചിലത് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ എന്നോട് പേഴ്സണലി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഡു യു സപ്പോർട്ട് അമോറിം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഐ ഡു സപ്പോർട്ട് അമോറിം, ബട്ട് ഐ ഹാവ് മൈ കൺസേൺസ്. സോ ഒരു പെർസെൻറ്റേജ് പറയാൻ പറഞ്ഞാൽ ഐ വുഡ് സേ ഐ എം 70% അമോറിം സപ്പോർട്ടാണ്, 30% ഐ എം കൺസേൺഡ്. ഈ കൺസേൺ എന്ന് പറഞ്ഞാൽ അമോറിം ഔട്ട് എന്നല്ല കേട്ടോ പറയുന്നത്, അത് എന്റെ കൺസേൺ ആയിട്ടാണ് പറയുന്നത്. കാരണം ചില ആൾക്കാർ പറയുന്നുണ്ട് അമോറിം ഇൻ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും സംഭവിക്കില്ല. ഇതൊരു യുണൈറ്റഡ്, ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. ഇവിടെ ഒരു പ്ലെയറിനോ ഒരു കോച്ചിനോ ഫ്രീ ആയിട്ട് വിടുന്നില്ല. എന്ത് റോങ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്ത് മിസ്റ്റേക്സ് സംഭവിച്ചാലും അല്ലെങ്കിൽ എന്ത് റോങ് തിങ്സ് ചെയ്താലും നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യും. അത് കോച്ചായാലും ശരി, ഫാൻസ് ആയാലും ശരി, പ്ലേയേഴ്സ് ആയാലും ശരി, ഹൈറാർക്കി ആയാലും ശരി, ഓണേഴ്സ് ആയാലും ശരി. ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. അതൊന്നും ഇവിടെ വിലപ്പോവില്ല. ചില ചാനൽസിലൊക്കെ പറയുന്നുണ്ട് നമ്മൾ അമോറിം ഇന്നാണെങ്കിൽ അയാളെ അങ്ങനെ ക്രൂസിഫൈ ചെയ്യരുത്, ചില മിസ്റ്റേക്സ് സംഭവിക്കും. അങ്ങനെയൊന്നും പറ്റില്ല. അയാൾ ചെയ്ത മിസ്റ്റേക്സ് നമ്മൾ ഓപ്പൺ എടുത്ത് പറയുകയും ചെയ്യും. അത് ഞാൻ അമോറിമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ തന്നെ പറയും ഇയാൾ ഇന്നെ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അത് ഒരു ഫാൻ ആവുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യങ്ങളാണ്. കാരണം നമുക്ക് എൻഡ് ഓഫ് ദി നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ക്ലബ്ബ് നന്നാവണം. നമ്മുടെ ക്ലബ്ബ് വി നീഡ് ടു ബി ബാക്ക് ടു ദോസ് ഗ്ലോറി ഡേയ്സ് കൺസിസ്റ്റന്റ് ആയിട്ട്. അതിലെ നമുക്ക് വേണ്ടത്. സോ സ്വാഭാവികമായിട്ടും ഈ ഫിഗർ ഔട്ട് ലൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങളാണ്, നമ്മളത് പറയും. അതിനെന്താ പ്രശ്നം? അതിനൊരു പ്രശ്നമില്ല, ഞാൻ കാണുന്നില്ല. സോ ഡു യു തിങ്ക് അമോറിം ഈസ് റൈറ്റ് മാൻ? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് സേ 70% ഐ തിങ്ക് അമോറിം ഈസ് റൈറ്റ് മാൻ, 30% ഐ ഡോണ്ട് തിങ്ക് ഓർ ഐ ഹാവ് കൺസേൺസ് അബൌട്ട് അമോറിം. ഇപ്പോൾ കൺസേൺസ് ഞാൻ പറയാം. അതായത് ഇപ്പം ഞാൻ ചില സ്റ്റാറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ശരിയാണ്, അമോറിം വന്നതിന് ശേഷം നമ്മുടെ വിൻ റേറ്റ് നോക്കുകയാണെങ്കിൽ അമോറിമാണ് ഏറ്റവും വേഴ്സ്റ്റ്. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം അത് ഒരു കാര്യം മാത്രം നമുക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതിനെ ചുറ്റിപ്പറ്റി പല കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ ഒരു റിസൾട്ട് സംഭവിക്കുന്നത്. അതൊന്ന്. രണ്ട്, മൂപ്പരുടെ പ്ലേയിങ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങളാണ്. കാരണം പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് മൂപ്പരുടെ ഫോർമേഷൻ ചേഞ്ച് ആക്കാനോ അല്ലെങ്കിൽ ടാക്ടിക്സ് അങ്ങനത്തെ ഒന്നും ഞാൻ പറയുന്നില്ല. അതിലേക്ക് ഞാൻ ഡീപ്പ് ആയിട്ട് പോകുന്ന ഒരാളുമല്ല. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമോറിം വന്നിട്ട് എല്ലാ ക്ലബിനെതിരെയും ഒരേ ഫോർമേഷനാണ് അല്ലെങ്കിൽ ഒരേ ടാക്ടിക്കാണ്. അതൊന്ന് ട്വീക്ക് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞ ഫോർമേഷൻ ചേഞ്ച് ചെയ്യണം എന്നല്ല, ചിലപ്പോൾ കൊണ്ടുവരുന്ന പ്ലേയേഴ്സ് മാറേണ്ടി വരും, അല്ലെങ്കിൽ റൈറ്റ് മൊമെന്റ്സിൽ റൈറ്റ് സബ്സ് നടത്തേണ്ടി വരും. ഇപ്പം നമ്മൾ ആ യൂറോപ്പ ലീഗിൽ നമ്മൾ ഫെയിൽ ആവാനുള്ള മെയിൻ കാര്യം, അല്ലെങ്കിൽ ഫൈനലിൽ നമ്മൾ ഫെയിൽ ആവാനുള്ള ഒരു മെയിൻ കാര്യം അമോറിം തന്നെയാണ്. കാരണം നമ്മുടെ സബ്സ് നോക്കിയാൽ മതി. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ലേറ്റ് ആയിരുന്നു. അവർ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഡിഡ്ന്റ് മേക്ക് എനി സെൻസ്. അങ്ങനത്തെ കാര്യങ്ങളാണ് എൻ്റെ കൺസേൺ. കാരണം മേ ബി ഹി ഈസ് എ വെരി ഇൻഎക്സ്പീരിയൻസ്ഡ് കോച്ച്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഹി ഹാസ് ടു ഇംപ്രൂവ് ദാറ്റ്. ഇത് എന്താ പറയുക, സാധാ ഒരു ക്ലബ്ബല്ല, ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. ഇവിടെ വന്നിട്ട് ഒരു കോച്ചായി മാറിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇൻഎക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ലേൺ, യു ഹാവ് ടു അഡാപ്റ്റ്, യു ഹാവ് ടു ലേൺ. അത് വേറെ നിവൃത്തിയൊന്നുമില്ല. അത് ഐ തിങ്ക് ഈവൻ അമോറിം നോസ് ദാറ്റ്. സോ അതാണ് എൻ്റെ രണ്ടാമത്തെ കൺസേൺ. മൂന്നാമത്തെ കൺസേൺ, മൂപ്പര് മീഡിയയിൽ വന്നിട്ട് ചില സമയത്ത് ഓവർ ഇമോഷണൽ ആവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അഗൈൻ ലൈക്ക് ഐ സെഡ്, നമ്മുടെ ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്നും ഇവിടുത്തെ എത്രത്തോളം മീഡിയയുടെ സ്ക്രൂട്ടിനി ഉണ്ടാവും എന്നുള്ളതും അതുപോലെ തന്നെ എത്രത്തോളം ഇന്റർവ്യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ളതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ മൂപ്പരുടെ ഇമോഷൻസ് ഒന്ന് എന്താ പറയുക, ഒന്ന് സോഫ്റ്റ് ഡൗൺ ചെയ്യേണ്ടി വരും. പക്ഷെ മൂപ്പര് അത് അമോറിം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ മേ ബി നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് മിക്കവാറും ചെയ്യേണ്ടി വരും. കാരണം സ്പോർട്ടിങ്ങിലും ഇയാൾ ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അമോറിം ഈ സിസ്റ്റത്തിൽ റൈറ്റ് മാൻ ആണോ എന്ന് ചോദിക്കുന്നതിന് ഞാൻ യെസ് എന്ന് പറയാനുള്ള എൻ്റെ മെയിൻ കാരണം അത് ഇയാളുടെ ഹിസ്റ്ററിയാണ് കേട്ടോ. അത് എത്രത്തോളം എല്ലാവർക്കും ഈ ചാനലിൽ അറിയുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഇയാൾ സ്പോർട്ടിങ്ങിൽ കോച്ചായിരിക്കുന്ന സമയത്ത് ഇതേ പ്രോബ്ലംസിലൂടെയാണ് ഇയാൾ കടന്നു പോയതും അതൊക്കെ സോൾവ് ചെയ്തത് ഇയാൾ തന്നെയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ യുണൈറ്റഡിൻ്റെ അവസ്ഥ നോക്കിയാൽ മതി, വളരെ മോശമാണ്. എന്നാൽ ഇതിനെക്കാട്ടും മോശമായിരുന്നു സ്പോർട്ടിങ് ഒരു കാലത്ത്, ഇയാൾ വരുന്നതിനെക്കാട്ടും മുമ്പേ. നിങ്ങൾക്കറിയാം അവിടെ സ്പോർട്ടിങ്ങിൻ്റെ അൾട്രാസ് ഉണ്ട്, അതായത് ഫാൻ ഗ്രൂപ്പ്സ് ഉണ്ട്. അവർ ട്രെയിനിങ് സെൻറ്ററിലോട്ട് കയറി അവിടെ പ്ലേയേഴ്സിനൊക്കെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സംഭവം ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, അങ്ങനത്തെ വല്ലതും യുണൈറ്റഡ് ട്രെയിനിങ്ങിലൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മീഡിയയുടെ അവസ്ഥ എന്നുള്ളത്. അപ്പം അങ്ങനത്തെ സംഭവം ഇവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷെ അവിടെ അത് സംഭവിച്ചു. അതൊന്നൊക്കെ കര കയറി ഈ ടീമിനെ വീണ്ടും പ്രോമിനന്റ് ആക്കിയത് ഇയാളാണ്, റൂബൻ അമോറിമാണ്. അതേപോലെ തന്നെ ഇയാളുടെ ഫസ്റ്റ് സമ്മർ വിൻഡോ സ്പോർട്ടിങ്ങിൽ ഐ തിങ്ക് ക്ലോസ് ടു 25 പ്ലേയേഴ്സിനെ ഇയാൾ സെല്ല് ചെയ്തു, ലോണോ സെല്ലോ. അതിൽ അക്കാഡമി പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, അവിടുത്തെ പ്രോമിനന്റ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, അതിന് തൊട്ട് മുമ്പത്തെ സീസണിൽ വന്ന പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇയാൾ സെല്ല് ചെയ്തു. ഇയാൾക്ക് പറ്റാത്ത പ്ലേയേഴ്സിനൊക്കെ ഇയാൾ കൊടുത്തു കളഞ്ഞു. അതേ സംഭവമാണ് ഇവിടെ സംഭവിക്കുന്നത്.
ഇപ്പോൾ ഗർനാച്ചോ പറഞ്ഞ പ്ലെയർ നമ്മുടെ അക്കാഡമിയിൽ വന്ന പ്ലെയറാണ്, പക്ഷേ പ്രശ്നമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. ഒഴിവായി. റാഷ്ഫോർഡ് പോയി, ആന്റണി പോയി, സാൻചോ പോയി, ഒനാന പോയി, ഹോയ്ലൻഡ് പോയി. അടുത്ത സീസണിൽ എൻ്റെ അഭിപ്രായത്തിൽ കസമറോ പോവും, ബ്രൂണോ പോവും, ലൂക്ഷോ പോവും, മെഗ്വർ പോവും. എന്നാൽ ഈ പറഞ്ഞ പ്ലേയേഴ്സിലൊക്കെ ചില പ്ലേയേഴ്സ് നമുക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ചില പ്ലേയേഴ്സ് ഇവിടെ നമുക്ക് തോന്നുകയാണ് ഓക്കെ ഈ പ്ലേയേഴ്സ് ഇവിടെ വർക്ക് ആവുമെന്ന് തോന്നുന്ന പ്ലേയേഴ്സ് ആണ്. പക്ഷെ അങ്ങനെയല്ല അമോറിമിന് ആ സിസ്റ്റത്തിൽ ആ പ്ലേയേഴ്സ് വർക്ക് ആവില്ലെന്നാണെങ്കിൽ അയാൾ എടുത്ത് കളയും. ഇനി ചിലപ്പോൾ കോബി മേനുവിനെയും ഈ ടീം എന്ന് പറഞ്ഞയച്ചേക്കാം. പക്ഷേ ലോങ് ടേമിൽ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പൊ കോബി മെനു റൈറ്റ് നൗ സെല് ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ പറയില്ല എന്ന് പറയും. കാരണം എൻ്റെ ഫേവറേറ്റ് പ്ലെയർ ആണ്. അത് ഇമോഷണലി നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലാരും കുറ്റം പറയാനോ ബ്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പൊ മെയിനു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ മോറിമിനെ ഈ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുമോ, അതോ പറയുമോ ഇത് ശരിയല്ല എന്ന് പറയുമോ? പ്ലീസ് ഡു കമൻറ്റ്. ഐ വോണ്ട് ടു നോ ലൈക്ക് വാട്ട് യുവർ റെസ്പോൺസസ്. സോ ഗൈസ്, ഇതാണ് എൻ്റെ മെയിൻ ടോപ്പിക്സ് ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള. യുണൈറ്റഡ് ഫാൻസ്, ഇത് നമ്മുടെ ചാനലാണ്. Subscribe to this channel, comment on the topics that we discussed. If you have a difference of opinions, let me know. And share this video to your friends. നമ്മുടെ യുണൈറ്റഡ് ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും ഇതുപോലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ പല ഒപ്പീനിയൻസും കാണും. സോ ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ. അതിനിപ്പോൾ അതൊരു ഡിബേറ്റ് ആക്കി മാറ്റണ്ട. ഐ എം സെയിങ് ലൈക്ക് നമുക്കൊരു ഡിസ്കഷൻ പോലെ ആവാം. കാരണം ഒരു ഹെൽത്തി ഡിസ്കഷൻ ഈസ് ഓൾവേസ് ഗുഡ് ഫോർ ദ ക്ലബ് ആൻഡ് ഫോർ അവർ സെൽസ്. കാരണം നമുക്ക് പലതും അറിയാനും പഠിക്കാനൊക്കെ പറ്റും. സത്യം പറയാം കേട്ടോ, ഞാൻ ഈ കോമൻസ് ഒക്കെ വായിച്ചതിന് ശേഷം എനിക്ക് കുറേ അറിവ് കിട്ടി. ഉള്ള കാര്യം പറയാലോ, ഞാൻ ഈ വീഡിയോ കുറച്ചും കൂടി മുന്നേ തുടങ്ങേണ്ടതായിരുന്നു ഈ ചാനലൊക്കെ. എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഐ എം നോട്ട് ലേറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഇന്നത്തെ വീഡിയോനെ കുറിച്ച് ഞാൻ പറയുന്നത്. ആൻഡ് അടുത്ത വീഡിയോയിലുള്ള ഒരു ഗ്ലിംസ് ഞാൻ തരാം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ ട്രാൻസ്ഫർ വിൻഡോനെ കുറിച്ചിട്ടും പ്ലേയേഴ്സിനെ കുറിച്ചിട്ടും അമോറിമിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു. സോ നെക്സ്റ്റ് വീഡിയോ വാട്ട് ഐ എം പ്ലാനിങ് ടു ഡു ഈസ് ടു ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് യുണൈറ്റഡ്. അത് ക്ലബ്ബ് ഓണർഷിപ്പ് അങ്ങനത്തെ സംഭവമൊന്നുമല്ല. അങ്ങനത്തെ ബോറിംഗ് ഡിസ്കഷൻസ് എനിക്ക് പോകാൻ താല്പര്യമില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന സബ്ജക്റ്റ് തന്നെയാണ്. വാട്ട് ഐ വോണ്ട് ടു ഡിസ്കസ് ഓർ വാട്ട് വി വുഡ് ലൈക്ക് ടു ഡിസ്കസ് ഈസ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് അവർ ടീം. നമ്മുടെ ടീം അടുത്ത ഒരു നെക്സ്റ്റ് 2 സീസൺസിലൊക്കെ എങ്ങനെയായി മാറും എന്ന് നമുക്കൊന്ന് ഡിസ്കഷൻ ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിരിക്കും എൻ്റെ അടുത്ത വീഡിയോ. അത് ഒരു ഗ്ലിംസ് തന്നാണ്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഉടനെ തന്നെ വരുന്നതായിരിക്കും. കുറച്ച് തിരക്കാണ്, പക്ഷേ എന്നാലും നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ വീഡിയോ ഇറക്കുന്നതായിരിക്കും. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് ഐഡിയാസ് മൈൻഡിലുണ്ട് അതെങ്ങനെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ളത്. സോ ഐ എം ഹോപ്പിംഗ് യു വിൽ ലൈക്ക് ദാറ്റ് വീഡിയോ ഓൾസോ. ഐ എം ഹോപ്പിംഗ് യു ലൈക്ക് ദിസ് വീഡിയോ ആസ് വെൽ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അമോറിം റൂത്ത്ലെസ് ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. റൂത്ത്ലെസ് അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ലെറ്റ് മീ നോ. അതേപോലെ തന്നെ ഒനാന പോയതിനെ കുറിച്ചിട്ട് ഒരു 1 ലൈനിൽ നിങ്ങളുടെ കോമൻ്റ് ഒന്ന് തന്നു കഴിഞ്ഞാൽ ഒരു രസമായിരിക്കും വായിക്കാനായിട്ട്. എല്ലാവരും വന്ന് വായിക്കുമ്പോൾ ഒരു ഫൺ പോലെ നമുക്ക് നോക്കാം എന്താ വരിക എന്നുള്ളത്. സോ യുണൈറ്റഡ് ഫാൻസ്, ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കോമൻറ്റ് ചെയ്യുക, ആൻഡ് ക്ലിക്ക് ദ സബ്സ്ക്രൈബ് ബട്ടൺ ഫോർ മോർ United content in this channel, Stretford Signal.